BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ആലുവ പറവൂർ കവലയിലെ സീബ്ര ലൈനിൽ കൂടി ജനങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ ട്രാഫിക് പോലീസ് സഹായം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ഉദ്യോഗസ്ഥർ കുറവാണെങ്കിൽ ഹോം ഗാർഡുമാരെ നിയോഗിച്ച റോഡ് മുറിച്ചു കടക്കുന്നവരെ സുരക്ഷ ഉറപ്പാക്കണം. ഭയരഹിതമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമായതിനാൽ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് ആവശ്യമായ നിർദ്ദേശം നൽകണം. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികളിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി കമ്മീഷനിൽ സമർപ്പിക്കണം. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഭിന്നശേഷിക്കാരൻ സീബ്ര ക്രോസിംഗിൽ വാഹനങ്ങൾ കയറ്റി നിർത്തുന്നതിനെതിരെ സമർപ്പിച്ച പരാതി തീർപ്പാക്കിക്കൊണ്ടാണ് ഉത്തരവ്. ആലുവ പറവൂർ കവലയിലെ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസമാണെന്നും ഇത് മാറ്റിസ്ഥാപിക്കാൻ ദേശീയപാത അതോറിറ്റിയുടെ പാലക്കാട് യൂണിറ്റിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും റൂറൽ ജില്ലാ പോലീസ് മേധാവി കമ്മീഷനെ അറിയിച്ചു. എന്നാൽ ഗതാഗത നിയമങ്ങൾ പാലിക്കേണ്ട ചുമതല ട്രാഫിക് പോലീസിനാണെന്നും സീബ്ര ലൈൻ മാറ്റിസ്ഥാപിക്കില്ലെന്നും ദേശീയപാത അതോറിറ്റി കമ്മീഷൻ അറിയിച്ചു. ട്രാഫിക് ഏജൻസികൾക്ക് നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യതയുണ്ടെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിൽ പറഞ്ഞു. ബെന്നി വിശ്വം സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ സ്വന്തം പാർട്ടിക്കാർ തന്നെ തട്ടിക്കൊണ്ടുപോയ CPM കൗൺസിലർ കലാരാജു രഹസ്യമൊഴി നൽകാൻ ഹാജരായില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ഹാജരാകാൻ കഴിയാത്തതെന്ന് കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ കഴിയുന്ന കലാരാജു കോടതി അറിയിച്ചു. കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയായിരുന്നു മൊഴി നൽകേണ്ടിയിരുന്നത്. ഈ സാഹചര്യത്തിൽ ആശുപത്രിയിലെത്തി കലാരാജുവിന്റെ മൊഴിയെടുത്തേക്കും. 18-നുണ്ടായ സംഭവ വികാസങ്ങൾക്ക് ശേഷം കത്തിപ്പടർന്ന വിഷയം ഇന്നലെ നിയമസഭയിലും ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലിനും കാരണമായിരുന്നു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒട്ടേറെ പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെങ്കിലും 4 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ CPM ബ്രാഞ്ച് സെക്രട്ടറി അരുൺ വി മോഹൻ, പാർട്ടി അംഗങ്ങളായ ടോണി ബേബി, റിൻസ് വർഗീസ്, സജിത് എബ്രഹാം എന്നിവരെ മൂവാറ്റുപുഴ കോടതിയിലാണ് ഹാജരാക്കുന്നത്. മറ്റു പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തന്നെ CPM പ്രവർത്തകർ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നും വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിച്ചെന്നും കാല് വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും തെറി വിളിച്ചെന്നുമുള്ള കാര്യങ്ങൾ കലാരാജു പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ UDF അംഗങ്ങളാണ് കലയെ തടഞ്ഞുവെച്ചതെന്ന്, തങ്ങളുടെ കൗൺസിലറെ സ്വാധീനിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നുമായിരുന്നു CPMന്റെ ആരോപണം. ഇത് നിഷേധിച്ച കലാരാജു CPM നേതാക്കൾ തന്നെയാണ് തന്നെ ആക്രമിച്ചതിന് മുന്നിലുണ്ടായിരുന്നതെന്നും പറഞ്ഞിരുന്നു. ഈ കേസിലാണ് രഹസ്യമൊഴി നൽകാൻ ഹാജരാകാൻ കലാരാജുവിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ആദ്യം കൂത്താട്ടുകുളത്ത് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട കലാരാജുവിനെ പിന്നീട് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതിനുശേഷം ഒട്ടേറെ കോൺഗ്രസ് നേതാക്കൾ അവരെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം പാർട്ടിക്കാർ ആക്രമിച്ചപ്പോൾ കോൺഗ്രസുകാരനാണ് തനിക്ക് സംരക്ഷണം നൽകിയതെന്നും കലാരാജു പറഞ്ഞിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. റോഡ് നന്നാക്കിയിട്ടും കരുവേലിപ്പടി RC റോഡ് വഴിയുള്ള ബസ് സർവീസ് പുനഃസ്ഥാപിക്കാത്തതിൽ നടപടി ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി. പെർമിറ്റ് പ്രകാരം RC റോഡ് വഴി സർവീസുകൾ നടത്തേണ്ട സ്വകാര്യ ബസ്സുകൾ സൗത്ത് മൂലംകുഴി റോഡ് വഴി സർവീസ് നടത്തുന്നതിനാൽ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാക്ലേശം പരിഹരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ KJ സോണിയാണ് മന്ത്രിക്ക് പരാതി നൽകിയത്. പ്രശ്നം സംബന്ധിച്ച് വാർത്തയും വന്നിരുന്നു. മൂലംകുഴി, നസ്രത്ത്, സ്റ്റാച്യു ജംഗ്ഷൻ, ഓടന്ത തുടങ്ങിയ പ്രദേശങ്ങളിലെ രൂക്ഷമായ യാത്രാക്ലേശം പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് കൊച്ചിൻ പൗരാവലി ജോയിന്റ് RTO ഓഫീസ് പിക്കറ്റിംഗ് അടക്കമുള്ള സമരപരിപാടികൾ നടത്തുമെന്ന് രക്ഷാധികാരി KJ ആന്റണി, ജനറൽ സെക്രട്ടറി യേശുദാസ് പാലമ്പള്ളി എന്നിവർ അറിയിച്ചു. പ്രശ്നപരിഹാരത്തിന് മാസങ്ങൾക്ക് മുൻപ് ജോയിന്റ് RTO വിളിച്ചു ചേർത്ത യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. നവീകരിച്ച RC റോഡിലൂടെ കണ്ണമാലി ചെല്ലാണം ബസ് സർവീസുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും KLCA ഫോർട്ട് കൊച്ചി മേഖലാ സമിതി ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ലീനു തോമസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മെൽവിൻ ജോസഫ്, KP സേവിയർ, KV മാത്യു, ഉഷ ആന്റണി എന്നിവർ പ്രസംഗിച്ചു. സ്വകാര്യ ബസ്സുകൾ RC റോഡ് വഴി സർവീസ് നടത്താൻ തയ്യാറാണെന്നും പോളക്കണ്ടം മാർക്കറ്റിന് മുന്നിലെ തടസ്സങ്ങൾ, രാമേശ്വരം കനാലിന് സമീപം റോഡിലുള്ള അനധികൃത പാർക്കിംഗും ഒഴിവാക്കിയാൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും സ്വകാര്യ ബസ് ഉടമ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു.
ശരീരപേശികൾ വലിഞ്ഞു മുറുകുന്ന അപൂർവ രോഗബാധിതനായ 13-കാരൻ ചികിത്സാ ചെലവിനായി സുമനസുകളുടെ സഹായം തേടുന്നു. തെക്കൻ ചിറ്റൂർ പിടിവട്ടം കിഷോർ കുമാർ സനിത ദമ്പതികളുടെ മൂത്ത മകൻ വസുദേവിനാണ് അപൂർവ രോഗം ബാധിച്ചിരിക്കുന്നത്. അയ്യപ്പൻകാവ് ശ്രീനാരായണ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഒരു വർഷം മുൻപാണ് വസുദേവിന് രോഗം പിടിപെട്ടത്. തുടർന്ന് അമൃത ആശുപത്രിയിൽ ചികിത്സ തേടി. ആദ്യഘട്ടം ചികിത്സ കഴിഞ്ഞിട്ടും രോഗം ഭേദമായിട്ടില്ല. ഇനി 10 ലക്ഷം രൂപയോളം വേണ്ടിവരുമെന്നാണ് അധികൃതർ പറയുന്നത്. കൂലിപ്പണിക്കാരനായ കിഷോർ കുമാറിന്റെ കുടുംബത്തിലെ ചികിത്സ ചെലവ് താങ്ങാൻ കഴിയില്ല. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK സുരേഷ് ബാബുവിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. യൂണിയൻ ബാങ്ക് ചിറ്റൂർ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. IFSC നമ്പർ UBIN 09022276, ഫോൺ നമ്പർ 6238298187, അക്കൗണ്ട് നമ്പർ 52010118769760. നിറയെ കുട്ടികളുമായി സ്കൂളിലേക്ക് പോകുകയായിരുന്ന സ്കൂൾ ബസ് ഓട്ടത്തിനിടെ കത്തി നശിച്ചു. ബസ് ഡ്രൈവറും സഹായിയും ചേർന്ന് അതിവേഗം കുട്ടികളെ ബസ്സിൽ നിന്നിറക്കി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയതിനാൽ വൻ ദുരന്തമൊഴിവായി. ഇന്നലെ രാവിലെ 9:30-ഓടെ നീറമ്പുഴ കവലയ്ക്ക് സമീപം വാഴക്കുളം സെന്റ് തെരേസാസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന സ്കൂൾ ബസ്സാണ് കത്തി നശിച്ചത്. ബസിന്റെ മുൻഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ MB വിനോദ് ഉടൻ ബസ് റോഡരികിൽ നിർത്തിയ ശേഷം സഹായി മേബിൾ സജിയും ചേർന്ന് കുട്ടികളെ അതിവേഗം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.